അപ്പോൾ ഞങ്ങൾ ബീച്ചിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ വൈബും കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളെല്ലാവരും ഫസ്റ്റ് ടൈമാണ് ചെന്നൈയിൽ. എന്തായാലും ഞങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ എത്തിപ്പെടും അല്ലേ? എത്താണ്ട് ഇവിടത്തെ അല്ലേ നീന? ഗൈസ്, അപ്പോൾ ഇതാണ് അണ്ണാനഗർ. നമ്മളപ്പോൾ അണ്ണാനഗറിലാണ് താമസിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഒരു ഈവനിങ് ടൈം ആയിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ പോണേണ്. ഇവിടെ എല്ലാ വീടിൻ്റെ ഫ്രണ്ടിലും ഇതേപോലെ കോലങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു ബസ് എടുത്തിട്ട് വേണം മെട്രോ സ്റ്റേഷനിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇവിടെ ബസ്സുകൾക്കൊക്കെ നമ്പറാണ്. നമ്മളെ പോലെ പേരൊന്നും എഴുതിയിട്ടുണ്ടല്ലോ, അതോ എഴുതിയിട്ടുണ്ടെങ്കിൽ വായിക്കാറില്ല, എന്താണെന്നറിയില്ല. എന്തായാലും നമ്പറാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളിവിടെ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കണം. ഗായ്സ്, അപ്പോൾ കുറേ നേരമായിട്ട് ഞങ്ങൾ ബസ്സിനകത്ത് നിന്നിട്ട് ബസ്സൊന്നും വന്നില്ല. അപ്പോൾ ഞങ്ങൾ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഓട്ടോ വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ അതിൽ കയറിയിട്ട് വേണം മെട്രോ സ്റ്റേഷനിലേക്ക് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ മെട്രോ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണേണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ മെട്രോ ഇവിടുത്തെ മെട്രോ നമ്മൾ വ്യത്യാസം. നമ്മുടെ മെട്രോ മേളിൽ ഇവിടെ മെട്രോ പിന്നെ വന്ന് ടിക്കറ്റ് എടുക്കണം, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഭാഷറിയത്തിൻ്റെ. അപ്പോൾ ഓക്കെ വരും. ഗായ്സ്, അപ്പോൾ നമ്മൾ സെൻറ്ററിലെത്തി. ഇനി ഇവിടുന്ന് നമ്മൾ ബസ് പിടിച്ചിട്ട് വേണം പോവാനായിട്ട്. അപ്പോൾ നമ്മൾ ബസ് കിട്ടുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ 109 എന്നുള്ളൊരു ബസ് എടുത്തിട്ട് വേണം അങ്ങോട്ടേക്ക് പോവാനായിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ബസ് കിട്ടിയില്ല. പിന്നെ നമ്മൾ ഓട്ടോറിക്ഷയിൽ തന്നെയായിട്ടാണ് കയറി പോണത്. അപ്പോൾ നല്ല ഞങ്ങൾ രണ്ടുപേരും പൊക്കത്താണെങ്കിലും രണ്ടുപേരും താഴെയുണ്ട്. ഗൈസ്, അപ്പം അങ്ങനെ നമ്മൾ ബീച്ചിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ദിസ് ഈസ് ബീച്ച്. അപ്പോൾ ബീച്ചിലേക്കുള്ള വേ ആണിത്. വികാരമൊന്നുമില്ല. ഗൈസ്, അപ്പോൾ ഫൈനലി വി ഗോട്ട് ദ ബീച്ച്. നല്ല രാത്രിയായിട്ടുണ്ട്. നല്ല രാത്രിയൊന്നും ആയിട്ടില്ല, ജസ്റ്റ് ഒരു 7:30 ആ ഒരു ടൈമൊക്കെ ആയിട്ടുള്ളൂ. കിട്ടില്ല. എനിക്ക് കാലൂത്തം കേട്ടോ. ഇതെന്തുവാടി ഇത്? മറ്റേ തവള കുഞ്ഞിരിക്കുന്ന
അണ്ണ ലൈറ്റ് ഇടുവാണ ഗൈസ്. അപ്പോൾ ആ കറക്കം കഴിഞ്ഞിട്ട് എന്തായിരുന്നല്ലേ, ആ കറക്കം കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും തല കറങ്ങി ഛർദിച്ച് ആകെ സീനായിപ്പോയി. ഫോണൊന്നും എടുക്കാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയൊക്കെയാണ് വീട്ടിലെത്തിയത്, ഐ മീൻ റൂമിലെത്തിയത്. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി ജന്മമുണ്ടെങ്കിൽ നമ്മൾ ആ സാധനത്തിൽ കയറൂല കേട്ടോ. അപ്പോൾ അത് പറയാനാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കൂടി ഇട്ടത്. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കില്ലേ കറക്കം കഴിഞ്ഞ ഒരു എൻഡില്ലാണ്ടായിപ്പോൾ എൻ്റെ വീഡിയോയ്ക്കുന്നു. അപ്പോൾ എൻഡില്ലാണ്ടാവാൻ കാരണം എല്ലാവരും വയ്യണ്ടായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.